ഇക്ബാൽ, ഇപ്പോൾ വലിയ പോലീസ് സുരക്ഷയുമുണ്ട്. കാരണം ഇപ്പോൾ നിശ്ചലരായി നിൽക്കുന്ന ഈ ആളുകൾ അവർ ചെന്താമരയെ പുറത്തേക്കിറക്കുമ്പോൾ എങ്ങനെ പെരുമാറും എന്നുള്ള ഒരു ആശങ്ക പോലീസിനുണ്ടോ? അതായത് സുജയ, നിലവിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നിരവധി ആളുകളാണ് ഈ ആലത്തൂർ കോടതി സമുച്ചയത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നിരവധി ആളുകൾ ഈ മേഖലയിൽ തന്നെ എത്തിയിരിക്കുന്നു. അതായത് ചെന്താമരയെ പുറത്തേക്ക് ഇറക്കുന്നതും അതുപോലെ തന്നെ കൊണ്ടുവരുന്നതും കാണാൻ വേണ്ടിയാണ് ഈ ആളുകളെല്ലാം ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഇതിൽ നെന്മാറ സ്വദേശികൾ നമുക്ക് കാണാം, സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ ചെന്താമരയെ ആലത്തൂരിലേക്ക് കൊണ്ടുവന്നു എന്ന വാർത്തകൾ അറിഞ്ഞുകൊണ്ട് ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. ക്രൂരകൃത്യം ചെയ്തിട്ടുള്ള ആ ചെന്താമരയെ ഒന്ന് കാണണം എന്നുള്ള ആവശ്യമാണ് നാട്ടുകാർക്കുള്ളത്. അതിനായാണ് ഇവരെല്ലാം ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഇന്നലെ വളരെ വൈകാരികമായിട്ടുള്ള രംഗങ്ങളായിരുന്നു നെന്മാറ പോലീസ് സ്റ്റേഷൻ മുന്നിൽ ഇന്നലെ രാത്രിയിൽ ചെന്താമരയെ പിടികൂടി സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന സമയത്ത് തന്നെ അരങ്ങേറിയത്. അതുകൊണ്ട് തന്നെ ഇനി വീണ്ടും ആ മേഖലയിൽ തന്നെ ചെന്താമരയെ തുടർന്നാൽ ഇപ്പോൾ കോടതിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ അർജുൻ മട്ടന്നൂർ പങ്കുവയ്ക്കുന്നുണ്ട്. ഇക്ബാൽ, നമുക്ക് അതിലേക്ക് കൂടി പോകാം. എന്നെ ശിക്ഷിക്കണം, അതാണ് ചെന്താമര ഇപ്പോൾ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ശിക്ഷിക്കണം. മകളുടെയും മരുമകന്റെയും മുന്നിൽ തല കാണിക്കാൻ പറ്റില്ല. എല്ലാം ചെയ്തത് ഒറ്റയ്ക്കാണ്. അതായത് കുറ്റം ഏറ്റുപറയുന്നു, എത്രയും പെട്ടെന്ന് ശിക്ഷ തരൂ എന്ന് ആവശ്യപ്പെടുന്ന പ്രതി. അതാണല്ലേ നമ്മളിപ്പോൾ കോടതി മുറിയിൽ കാണുന്നത്, ഇക്ബാൽ? അതായത് ചെന്താമരയ്ക്ക് യാതൊരു രീതിയിലുള്ള കൂസലുമില്ല, ഒരു കുറ്റബോധവുമില്ല. താൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യത്തിന് വേണ്ടി തന്നെയാണ് ജാമ്യത്തിലേക്ക് ഇറങ്ങി ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തതെന്നാണ് ചെന്താമര പറയുന്നത്. മാത്രമല്ല, ഇതെല്ലാം ഒറ്റയ്ക്കാണ് ചെയ്തത്. കൊലപാതകം ആസൂത്രണം ചെയ്തതും അതിനുവേണ്ടിയുള്ള ആയുധങ്ങൾ വാങ്ങിയതും കൊലപാതകം നടപ്പാക്കിയതും എല്ലാം ഒറ്റയ്ക്കാണ്. അപ്പോൾ ചെന്താമര ഇത്തരത്തിൽ കോടതിയിൽ പെരുമാറുന്നതിൽ യാതൊരു രീതിയിലുള്ള ആശ്ചര്യവും പോലീസിനോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ നമുക്കോ ഉണ്ടാവില്ല. കാരണം എത്രയും പെട്ടെന്ന് തന്നെ ശിക്ഷിക്കണമെന്നാണ് ചെന്താമര കോടതിയിൽ പറയുന്നത്. മാത്രമല്ല, മകളുടെയും മരുമകനെയും മുന്നിൽ തല കാണിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം കൂടി കോടതിയിൽ ചെന്താമര പറയുന്നുണ്ട്. ഒരു പക്ഷേ ചെന്താമരയ്ക്ക് യാതൊരു രീതിയിലുള്ള കുറ്റബോധവും ഇല്ലാന്ന് നേരത്തെ തന്നെ പോലീസ് ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അയാൾക്ക് ഈ കൊലപാതകം നടത്തുന്നതിനോ അല്ലെങ്കിൽ അതിനുശേഷം ഒളിവിൽ പോകുന്നതിനോ പുറത്തിറങ്ങുന്നതിനോ നാട്ടുകാർക്ക് മുന്നിലെത്തുന്നതിനോ യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല. സജിതയെ കൊലപ്പെടുത്തിയതിനു ശേഷം ജാമ്യത്തിലിറങ്ങിയ ചെന്താമര യാതൊരു കൂസലുമില്ലാതെയാണ് അഭോയ് നഗറിൽ താമസിച്ചിരുന്നത്. താൻ ഇത്തരത്തിലൊരു കൃത്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന മട്ടിലായിരുന്നു അയാൾ നാട്ടുകാരോട് ഉൾപ്പെടെ പെരുമാറിയത്. പക്ഷേ സുധാകരനെയോ അല്ലെങ്കിൽ മറ്റ് തനിക്ക് വൈരാഗ്യമുള്ള ആളുകളെയോ കണ്ടാൽ മോശം പെരുമാറ്റമായിരുന്നു.